എന്തായടാ, നന്ദനെ പറ്റി വല്ലതും അറിഞ്ഞോ? കാര്യങ്ങള് നമ്മൾ വിചാരിച്ച പോലെ അല്ലമ്മേ, കുറച്ച് സീരിയസ് ഇഷ്യൂ. ഗിരി, അമ്മേ, തൽക്കാലം ഒന്ന് രജനിയോട് പറയണ്ട. ഗിരി ചന്ദ്രത്ത് പോയിരുന്നോ? ചന്ദ്രത്ത് പോയി. ഞാൻ അമ്മയോട് പറയുമായിരുന്നു നന്ദനെ ഒന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന്. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നതാ. നന്ദനെ കണ്ടായിരുന്നോ ഗിരി? കണ്ടിരുന്നു. അവൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഡിസ്ചാർജ് ചെയ്തൊന്നും അറിഞ്ഞില്ലേ? പിന്നെ അറിഞ്ഞില്ലേ, നിന്നോട് സമാധാനമായിട്ട് വിശ്രമിക്കാൻ പറഞ്ഞു. എല്ലാം ഭേദമായിട്ട് വരാമെന്നും പറഞ്ഞു. അമ്മയൊക്കെ എന്ത് പറയുന്നു? എല്ലാവരെയും സമാധാനിപ്പിച്ചോ? ആ, എനിക്കൊന്ന് വിളിച്ചാൽ കൊള്ളാന്നുണ്ട്. പക്ഷേ ശബ്ദം കേട്ടാൽ സംസാരിക്കാൻ പറ്റില്ല. കരച്ചിലേ ഉണ്ടാവുള്ളൂ. അതെ, ഫോൺ വിളിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ രജനിയോട്, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ ഗിരി? ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ രജനി? അല്ല, നീ കഞ്ഞി കുടിച്ചില്ലേ? മരുന്നൊക്കെ കഴിച്ചല്ലോ അല്ലേ? ആ. അമ്മേ, എനിക്ക് കഴിക്കാൻ എടുത്തു വെക്കേ, വിശക്കുന്നുണ്ട്. മോള് കിടക്ക്, ഒന്നും ആലോചിക്കണ്ട. ശരീരത്തിന് ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്, മനസ്സിനും കൂടെ വിഷമം ഉണ്ടാക്കണ്ട. ഞാൻ ഗിരി വന്നിട്ട് കിടന്നോളാം. നീ വാ, കഴിക്കാൻ എടുത്തു വയ്ക്കാം. ഏയ്, എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല. തൽക്കാലം ഒരു കട്ടൻ ചായ കിട്ടിയാൽ മതി. നന്ദനെ കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ മോനെ? നന്ദനെ കണ്ടെത്താനായിട്ടില്ലമ്മേ. കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാ പോകുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എടാ മോനെ, എന്തെങ്കിലും പ്രശ്നം? കുറച്ച് പ്രശ്നം തന്നെ. ബലരാമ സാറിന്റെ ഭാര്യ ചന്ദ്രമതിയില്ലേ, അവരുടെ സഹോദരൻ സ്ഥലത്തുണ്ട്. ആളൊരു ക്രിമിനലാ. ഇതിന്റെയൊക്കെ പിന്നിൽ അയാളാണോന്നൊരു സംശയമുണ്ട്. കരുതിയിരുന്നേ പറ്റൂ. മോനെ, അമ്മ പോയൊരു കട്ടൻ ചായ എടുക്കും. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.